ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഇളയോന്റെ വീട്ടിലെ അമ്മ നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൾ എന്നെ നോക്കണം, ഇളയോന്റെ ഭാര്യ തന്നെ നോക്കണം. ഞാൻ പറയും വല്ലതും പറയൂട്ടോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായാലും ശരി, സങ്കടം ഉണ്ടായാലും ശരി, ഇളയോന്റെ ഭാര്യയാണ് നോക്കേണ്ടത് എന്ന് പറയും. അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ഓൻ നോക്കണമെന്ന് മൂത്തമാര് വാശി പിടിക്കുന്നത്? തറവാടോനാ, ഏത് അപ്പോൾ ഒളിഞ്ഞു വിൽക്കാനായ തറവാടോനാ, അതുകൊണ്ടോ നോക്കണം, ഓൻ്റെ ഓടും നോക്കണം. ഇതാ ചിലപ്പോൾ നാട്ടിൽ നടക്കും. ആർക്കും വേണ്ടാണ്ട് എന്തായാലും പുതുക്കി പണിയണമെന്നുള്ള ഉറപ്പിലെത്തുന്ന, വാപ്പ ജീവിച്ച കാലത്ത് വാപ്പ വെച്ചിരുന്ന ഓടിട്ട ഒരു കട്ടിൽ 3 അടിത്താ പിന്നെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ആ പോലെ തുണ്ടി കളിച്ചു പറയും, തറവാട് എനിക്കാത്ത ഇനി ഓടി നോക്കണം. ഓളെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ഏട്ടത്തിമാരി ഞെട്ടിക്കും, ഇങ്ങനെ നോക്കേണ്ടി പോലെ എനിക്കാതെ. എന്നിട്ട് ആ സാധുവിനൊന്ന് സ്വന്തം പോലെ പോകണമെങ്കിലോ ഏട്ടന്മാർ ഓളെ കാല് പിടിക്കണം, അല്ലെ പെങ്ങന്മാരെ കാല് പിടിക്കണം. ആ തെങ്ങൾ വരുമോ? പെരുന്നാളിന് ഓള് പോകാൻ പാടില്ല. ചിലന്മാരും അതങ്ങ് അംഗീകരിച്ചു. ഇളയോടെ മേലാണ് എല്ലാ ബാധ്യതയും. എപ്പോഴെങ്കിലും മൂത്ത മക്കൾ വന്നിട്ട് ഒരു കച്ചിത്തുണിയോ അല്ലെങ്കിൽ ഒരു പർദ്ദത്തുണിയോ കൈമൽ വെച്ച് കൊടുക്കുമ്പോഴേക്ക് വന്നിട്ട് വീണ് പോകേണ്ട വാപ്പാരിമാരി മക്കളുടെ അനീതി കാണിച്ച പടച്ച റബ്ബിന്റെ അടുത്ത് കുറ്റം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ മക്കളെ ഒരുപോലെ കാണണം. ഏതെങ്കിലും ഒരു ഓന് കിട്ടിയ പൈസന്റെ ഒരു 10% 10,000 രൂപ കൈമൽ വെച്ചെന്ന് നമ്മളൊന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മക്കളെ കണ്ടുപിടിക്കാത്ത ഒരു വർത്താനം സ്വഭാവം ഉണ്ടല്ലോ, അതൊരു വാപ്പക്കും പാടില്ലാത്തതാ. വാപ്പരിമാരെ നോക്കേണ്ട ബാധ്യത മാത്രമല്ല ഇസ്ലാം പറഞ്ഞു, വാപ്പന്മാർക്കും മക്കളോടും ബാധ്യത ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല നിലക്ക് കൊടുക്കാത്ത രക്ഷിതാക്കൾ പടച്ച റബ്ബിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ, അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി. ഇന്ന് അങ്ങനെയൊക്കെ നാട്ടു നടപ്പുകളൊക്കെ ഞാനത് സമയത്തിന്റെ പരിധി കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ അതും എന്റെ കുടുംബത്തിലേക്ക് ഒരു തമാശയായിട്ട് ഉദാഹരിച്ച് അങ്ങ് പെട്ടെന്ന് മനസ്സിലാവും.